മറ്റു കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് A+ മേടിക്കാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞു. നമ്മുടെ കുടുംബത്ത്, അയൽവക്കത്ത് കഴിഞ്ഞ പരീക്ഷകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിനും എല്ലാവരും A+. നീ പഠിക്കുന്നുമില്ല, വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷാ സമയമാകുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ശരിയാണ്, കുട്ടികളെക്കാൾ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ്. പക്ഷേ മാതാപിതാക്കളുടെ ഈ സമ്മർദ്ദം ഒരിക്കലും കുട്ടികളിലേക്ക് എത്തിച്ചേരരുത്. അത് കുട്ടികളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ വലിയ പങ്ക് വഹിക്കുന്നതാണ്. അത് നമ്മുടെയും മക്കളുടെയും പരാജയമായിരിക്കുമെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. അനാവശ്യമായ പ്രതീക്ഷകൾ ഒരിക്കലും കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. ഇത്ര ശതമാനം മാർക്ക് നീ മേടിച്ചിരിക്കണം എന്ന വാക്ക് ഒരിക്കലും പറയരുത്. മറ്റു കുട്ടികളോട് താരതമ്യപ്പെടുത്തി നമ്മളെ മക്കളെ ഒരിക്കലും സംസാരിക്കരുത്, കമ്പയർ ചെയ്യരുത്. എപ്പോഴും ശാന്തമായ അന്തരീക്ഷം, പ്രത്യേകിച്ച് പരീക്ഷാ സമയത്ത് ശാന്തമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിലും കുട്ടികൾ പഠിക്കുന്ന ആ ചുറ്റുപാടിലും ഉണ്ടാക്കി കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. മാതാപിതാക്കൾ എപ്പോഴും കൂടെ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകണം. എല്ലാ നിലക്കും സപ്പോർട്ടിന് എൻ്റെ മാതാപിതാക്കൾ എന്നോടൊപ്പമുണ്ട്. അതൊരു കുട്ടിയുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കാൻ ഒരിക്കലും കുട്ടികളെ നിർബന്ധിക്കരുത്. പരീക്ഷ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ വിഷയം എടുത്തുകൊണ്ട് ഇന്നത് എഴുതിയോ, ഇന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതായിരുന്നു, നീ എഴുതിയില്ലേ, ഇങ്ങനെയുള്ള ഒരു ചർച്ചകളിലേക്കെത്തി കുട്ടികളെ മാനസികപരമായി ബുദ്ധിമുട്ടിക്കുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. വന്ന പരീക്ഷ കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റിയല്ല ചർച്ച. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ആത്മധൈര്യം, ആത്മവിശ്വാസം നൽകാൻ മാതാപിതാക്കൾക്ക് കഴിയണം. പരീക്ഷയുടെ തലേന്ന് തന്നെ മക്കൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പേന, ബോക്സ്, ID കാർഡ് ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരുക്കി മക്കൾക്ക് എപ്പോഴും നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. മക്കൾ നമ്മുടേതാണ്. മക്കളുടെ തോൽവി അത് നമ്മുടെ തോൽവിയാണ്. ശരിയാണ്, ആ മക്കൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് അതും ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ് എന്ന് ഓരോ രക്ഷകർത്താക്കളും ചിന്തിക്കുക. ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മളും വിജയിച്ചു, നമ്മുടെ മക്കളും വിജയിച്ചു.